എന്റെ ദൈവമേ, ഇന്ന് മാത്സ് എക്സാമാ. എടി നീ എന്തെങ്കിലും പഠിച്ചായിരുന്നാ? എവിടാ എടി? എന്തെങ്കിലും എഴുതി എനിക്കൊന്ന് പറഞ്ഞു തരണേ എടി. ടീച്ചർ ഇട്ട ക്വസ്റ്റ്യൻസ് അല്ലേ വരുമെന്ന് പറഞ്ഞത്? ഞാൻ എല്ലാം പഠിച്ചായിരുന്നു. എടി ഞങ്ങൾ കൂടെ എന്തെങ്കിലും പറഞ്ഞു തരണേ എടി. നിങ്ങൾ എന്നെ നോക്കി എഴുതിയാ മതി. പിള്ളേരെ നമ്മ കൂടെ ഒന്ന് പറഞ്ഞു തരണേടേ. എന്റെ ദൈവമേ, ദേ ടീച്ചർ വരുന്നു. കയ്യിൽ കുറെ പേപ്പർ ഇരിക്കുന്നുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് എല്ലാരും ഇരിക്കൂ. എന്താ മക്കളെ എല്ലാരും ഭയങ്കര വിഷമത്തിരിക്കുന്നേ? എക്സാം പറയുന്നുണ്ടാണോ? ദൈവമേ, ടീച്ചറിന് മനസ്സിലായി. ആരും വിഷമിക്കണ്ട, ടീച്ചർ പഠിച്ച ക്വസ്റ്റ്യൻ മാത്രം ഇട്ടിരിക്കുന്നേ. എല്ലാത്തിനും ഫുള്ള് മേടിക്കുന്നവർക്ക് ടീച്ചർ നല്ലൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരും പരീക്ഷ എഴുതാൻ തുടങ്ങിക്കോ കേട്ടോ. ടീച്ചർ ക്വസ്റ്റ്യൻ പേപ്പർ തരാം. ഓരോരുത്തരായിട്ട് ഒന്ന് വാങ്ങിക്കണേ. ആദ്യം ഗൗരി എന്നാ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചോ. ഇപ്പം ആരും എഴുതി തുടങ്ങണ്ട, പരീക്ഷ പേപ്പർ തന്നതിന് ശേഷം എല്ലാവരും എഴുതി തുടങ്ങിയാൽ മതി. നെക്സ്റ്റ് രുക്കു പേപ്പർ വാങ്ങിക്കേ. അവിടെ സംസാരിക്കുന്നത് എന്തിനാ? രുക്കുവിന്റെ അടുത്തിരിക്കുന്ന ഏത് കുട്ടിയാ? അത് എന്റെ അനിയത്തിയാ. ഇവിടെ വന്നപ്പോ അവൾക്ക് ക്ലാസ് ഇല്ലാന്ന് പറഞ്ഞത്, പിന്നെ എന്റെ അടുത്തോണ്ടൊന്ന് ഇരുത്തി. ഓക്കെ, അപ്പുന്റെ പേപ്പർ വാങ്ങിക്കേ. നെക്സ്റ്റ് ഇപ്പൊ ആരും എഴുതി തുടങ്ങണ്ട, ടീച്ചർ പറയുമ്പോ എഴുതി തുടങ്ങിയ നീ. പഠിച്ച് പാസ്സായി ഇരിക്കുകയല്ലേ, പെട്ടെന്ന് എഴുതാൻ. ലല്ലോ വാ മോനെ, പെട്ടെന്ന് വാ. ബെല്ലിപ്പോൾ അടിക്കും. അതിനിപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ പേപ്പർ ഇട്ട് എഴുതി തന്ന് ഗിഫ്റ്റ് തന്നിട്ട് വേണം ടീച്ചറിന് പോവാൻ. അടുത്ത അമ്മു. നെക്സ്റ്റ് ചിത്ര. സ്മാർട്ടായിട്ട് ഇരിക്കണേ എല്ലാവരും. എന്തുവാ ഇത്, രാവിലത്തെ പീരീഡ് അല്ലേ അതോ എക്സാം ആയതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നേ? എല്ലാവരും കോപ്പി അടിക്കാതെ എഴുതിക്കൊള്ളണം. കോപ്പി അടിക്കുന്ന കണ്ടനെ എല്ലാത്തും തറയെ കൊണ്ടിരുത്തും. ഇത് സ്റ്റാർട്ട് ചെയ്തോ, എല്ലാവരും എഴുതിക്കോ. ടീച്ചർ ഫ്രണ്ട് ഇരിക്കുന്നതിനെ കാണിച്ചു തരാം. ഞാൻ ഒന്ന് എഴുതിക്കോട്ടെ. നീ ഫസ്റ്റ് എഴുത്, ഇത് ഞങ്ങൾ കാണിച്ചു താ. വന്നിരിക്കേ, തറയെ വന്നിരുന്ന് എഴുതിയാ മതി. പേപ്പർ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. എനിക്കാണെങ്കിൽ ഒന്നും അറിഞ്ഞൂടെ, ഞാൻ ആരുടെ കോപ്പി അടിച്ച് എഴുതും. രുക്കോ, വായി നോക്കാതിരുന്ന് എഴുതിക്കേ. എന്തിനാ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നേ? സ്വന്തം പേപ്പറിൽ നോക്കി എഴുതിക്കേ എല്ലാവരും. കോപ്പി അടിക്കുന്നവരെ ഞാൻ തറയെ കൊണ്ട് നിർത്തും. എടി നീ എന്റെ നോക്കി എഴുത്. ഞാൻ എഴുതുന്നത് നോക്കി എഴുതിയ നീ ചോദിക്കുന്നത് വേണ്ട കേട്ടാ, അല്ലെങ്കിൽ ടീച്ചർ തറയെ കൊണ്ട് നിർത്തും. എഴുതിക്കോ. 10 + 1 11. എഴുതിക്കോ. 2 + 2 2 വിരലൊക്കെ 2 വിരലൊക്കെ അപ്പം 5 അല്ലേ? 5 എന്ന് എഴുതാം. ഓക്കെ, അടുത്ത 5 + 3 9 അല്ലേ? 5 + 3 5 വിരലെടുക്കുക, 3 കൂട്ടുക, അപ്പോൾ 5 6 7 8 9. 9. 5 - 0 അത് 5 അല്ലേ? 5 എനിക്ക് ഫുൾ മാർക്ക് കിട്ടും. ടീച്ചറിൻ്റെ ഗിഫ്റ്റ് എനിക്ക് തന്നെ കിട്ടും. 2 - 1 1 എഴുതി. നിങ്ങൾ വേണമെങ്കിൽ എന്നത് കോപ്പി അടിച്ച് എഴുതിക്കോ പെട്ടെന്ന്. എടി ഇങ്ങോട്ട് നീക്കി വെക്കടി പേപ്പർ, ഞാൻ എഴുതിക്കോട്ടെ. അമ്മു സ്റ്റാർട്ടപ്പ്. തറ വന്നിരുന്ന് എഴുതിയാൽ മതി. എണീക്ക് അമ്മൂന് അങ്ങനെ തന്നെ വേണം. ഇവിടെ വന്നിരിക്കട്ടെ. അങ്ങനെ എന്നെ മാത്രം തറയെടുത്തിയാൽ പോരല്ല. ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞൂടാ. അവിടെ ഇരുന്ന് ഞാൻ ചിത്രത്തിൽ കോപ്പി അടിച്ചിങ്ങനെ എഴുതായിരുന്നു. ഷോ, പാവ അമ്മു. എടി എനിക്കൊന്ന് കാണിച്ചു താ, എനിക്കൊന്നും അറിഞ്ഞൂടാ. ഇവളൊന്ന് ഞാൻ പേപ്പർ പൊക്കി തരാൻ, നീ എഴുതിക്കോ. പെട്ടെന്ന് എഴുത്. നീ നോക്കി എഴുത് പെട്ടെന്ന് അങ്ങോട്ട്. 11 ലാസ്റ്റ് ഒന്ന് കാണിച്ചു താടി. 1 എഴുതി വെക്കി പെട്ടെന്ന് അങ്ങോട്ട്. ഈ ചിത്ര അമ്മൂനെ നോക്കി എഴുതാം. 11
എഴുതുന്നുണ്ടോ വെച്ച്? മതി മതി, എഴുതിയത് മതി. പഠിച്ച ക്വസ്റ്റ്യൻ തന്നെ എഴുതിയിരിക്കുന്ന എല്ലാരും. എല്ലാരും സംസാരിക്കാതിരിക്കെ, ടീച്ചർ പേപ്പർ നോക്കാൻ പോവാണ്. തെറ്റിയവർക്ക് ടീച്ചർ നല്ല അടി തരുന്നുണ്ട്. എനിക്ക് അടി കിട്ടൂലല്ലോ, എനിക്ക് ഫുൾ മാർക്ക് കിട്ടുമല്ലോ, ഗിഫ്റ്റ് എനിക്കാണല്ലോ. സീറ്റിൽ പോയിരുന്നേ, സീറ്റിൽ പോയിരിക്കാമോ? രുക്കോ, സീറ്റിൽ പോയിരിക്കേ. ശബ്ദിക്കാതിരിക്കണം, ടീച്ചർ പേപ്പർ നോക്കാൻ പോവാ. അപ്പു നല്ല പഠിക്കുന്ന കുട്ടിയാണ്. ചെറുക്കന് എന്ത് പറ്റി? ഒന്നും കൂട്ടയില്ല, കുറയ്ക്കത്തുമില്ല. ശ്രദ്ധയില്ലാതെ എഴുതും. 4 മാർക്ക്. എല്ലാം പഠിപ്പിച്ച ക്വസ്റ്റ്യനാ കൊടുത്തത്. നോക്ക്, 5 - 0 15 എന്ന്. എന്തോന്ന് ചെയ്യാൻ ഈ കുട്ടികളെ ഞാൻ? ബെഞ്ചിരിക്കുന്ന എല്ലാവർക്കും ഫുള്ളുണ്ടെന്നാ തോന്നേ. ടീച്ചർ നമ്മളെ സ്നേഹത്തോടെ നോക്കുന്നത് കണ്ടോ? അതെ അതെ, നമ്മള് നല്ല പഠിപ്പിച്ചാണെന്ന് ടീച്ചറിന് അറിയാം. ടീച്ചർ ബാഗ് തുറക്കുന്നേ, ഗിഫ്റ്റ് എടുക്കാനായിരിക്കോ? എന്റെ ദൈവമേ, ജെംസ് മുട്ടായി. എന്റെ അമ്മ 3 പാക്കറ്റ്. എടി, നമുക്ക് 3 പേർക്കായിരിക്കും അല്ലേടി? അതെ അതെ, ആർക്കും കൊടുക്കല്ലേ. പേപ്പർ നോക്കിയിട്ടുണ്ട്. ഗൗരിക്ക് 1 മാർക്ക്. നല്ല പഠിത്തം കേട്ടോ. വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും മാർക്ക് കൊണ്ട് കൊടുക്കട്ടെ. ഞാൻ ഗിഫ്റ്റ് തരുന്നുണ്ട് നിങ്ങൾക്ക്. 1 മാർക്കോ? അയ്യോ അയ്യോ, അപ്പൊ നമുക്കൊക്കെ എത്രയായിരിക്കും? എടി, നമ്മൾ ഇതൊക്കെ തെറ്റാണോ ഇനി? എനിക്കൊന്നും അറിയില്ല. എന്റെ ദൈവമേ, എനിക്ക് പേടിയാവുന്നു. നെക്സ്റ്റ് ചിത്ര. എല്ലാം നിരന്നിരുന്ന് എഴുതിയിട്ടുണ്ട്. ചിത്രയ്ക്ക് 3 മാർക്ക്. അമ്മുന് ചിരി സഹിക്കാൻ പറ്റുന്നില്ലേ? മാർക്ക് തരുമ്പോഴും വേണം ഈ ചിരി കേട്ടോ. അമ്മു 3 മാർക്ക്. 3 മാർക്കോ? ടീച്ചർ, ഞാൻ എല്ലാം എഴുതിയാണ് ടീച്ചർ. ഓഹോ, പിന്നെ എനിക്കായിരിക്കും തെറ്റിയത്. രുക്കുവിന് 3 മാർക്ക്. അപ്പുവിന് 4 മാർക്ക്. അപ്പുവിന് ശ്രദ്ധിച്ചെഴുതി കൂടെ അപ്പു? കൂട്ടിയിട്ട് അറിഞ്ഞൂടെ അപ്പുവിന്? ടീച്ചർ, ഞാൻ നന്നായിട്ട് എഴുതിയ ടീച്ചർ. നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ എല്ലാ പേപ്പറിൽ തന്നെ കാണും. ഞാൻ ഒന്നും തിന്നിട്ടില്ല നിങ്ങളെ മാർക്കൊന്നും. നെക്സ്റ്റ് ലല്ലുവിന് എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ. ലല്ലുവിന് ഫുൾ ഉണ്ട്, 5 out of 5. കൺഗ്രാറ്റുലേഷൻ മോനെ. എന്നിട്ട് നന്നായിട്ട് പഠിക്കണം കേട്ടോ. യെസ് ടീച്ചർ. കിട്ടാത്ത എല്ലാ മഹാന്മാരും മഹതികളും ഇങ്ങോട്ട് വന്നേ. എല്ലാം പഠിപ്പിച്ച ക്വസ്റ്റ്യൻസാ ഇട്ടത്. അതുപോലെ നിനക്കൊക്കെ പഠിക്കാമെങ്കിൽ എന്തിനാ നീക്ക് പരീക്ഷ എഴുതുന്നേ? വാ വാ, എല്ലാണം വാ. ടീച്ചർ അടിക്കല്ലേ ടീച്ചർ. നെക്സ്റ്റ് എക്സാം നല്ല മാർക്ക് മേടിക്കാൻ ടീച്ചർ. സോറി ടീച്ചർ. ടീച്ചർ അടിക്കല്ലേ ടീച്ചർ. എന്റെ കൈ വയ്യ ടീച്ചർ, അടിക്കല്ലേ ടീച്ചർ. വെറുതെ കിടന്ന് കരയണ്ട, കൈ നീട്ട്. സമ്മാനം വാങ്ങിച്ചോണ്ട് പോയാ മതി. ടീച്ചർ സോറി ടീച്ചർ, എന്നെ അടിക്കല്ലേ ടീച്ചർ. ടീച്ചർ ഇനി നല്ല മാർക്ക് മേടിക്കാൻ ടീച്ചർ. നോ എക്സ്ക്യൂസ്, കൈ നീട്ടങ്ങോട്ടെ. അടിക്കല്ലേ ടീച്ചർ. എനിക്ക് എന്ത് പറ്റിയെന്നല്ല, നല്ല കൂട്ടിയ ടീച്ചർ എഴുതിയത്. കൈ നീട്ട. ടീച്ചർ എന്നെ അടിക്കല്ലേ ടീച്ചർ. ഞാൻ നന്നായിട്ട് പഠിക്കാം ടീച്ചർ. എന്നെ അടിക്കല്ലേ ടീച്ചർ. ടീച്ചർ എന്നെ അടിക്കല്ലേ ടീച്ചർ. എടോ, ഭരതനാട്യം കളിക്കാനല്ല തന്നെ വിളിച്ചത്. കൈ നീട്ടോ അങ്ങോട്ടെ. ടീച്ചർ ടീച്ചർക്ക് വേദന. എല്ലാവർക്കൊക്കെ അടി പേടിയാണല്ലോ. ടീച്ചറെ ചെറുതായിട്ട് അടിക്കണേ ടീച്ചറെ. ഭാഗ്യം എത്രയാ ഉള്ള. എന്തിനുള്ളവരാണിത് കരയുന്നേ? ഇതൊക്കെ അടിയാണോ?
എല്ലാവരും നാളെ വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇമ്പോസിഷൻ എഴുതിക്കൊണ്ട് വരണം 5 പ്രാവശ്യം വെച്ച്. എന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടോ. ശരി കൂട്ടുകാരെ, നിങ്ങൾ ആരും വിഷമിക്കണ്ട. എനിക്ക് കിട്ടിയ ജെംസ് മുട്ടായി ഞാൻ നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യാം. ആരും കരയണ്ട. ഇന്ന ചിത്ര പിടിച്ചോ. ഇന്ന അമ്മു, ഇന്ന ഗൗരി,